എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നെക്സ്റ്റ് ഒരു ട്രിപ്പ് പോവുകയാണ്, ഫാമിലി ട്രിപ്പ്. അപ്പോൾ ഫാമിലി മെമ്പർ, നമ്മളുടെ ട്രിപ്പ് പാർട്ട്ണർ പറയൂ, എങ്ങനെയുണ്ട് ചുരം കയറിയിട്ട്? ചുരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് പറയാനുള്ളത്? അപ്പൊ ഞങ്ങള് തിരുനെല്ലി വഴിക്കാണ് പോകുന്നത്. ചുരം കയറി ഇപ്പൊ ഏകദേശം ഇവിടെ എത്തി. മാനന്തവാടി റൂട്ട് കയറി വേണം പോവാൻ. ഒരു തേക്ക് എന്ന് പറയുമ്പോ ലക്ഷങ്ങളാണ് വില. ഞാനീ പോകുന്ന വഴിക്ക് ഒരു എന്താ പറയാ, തേയിലൻ്റെ ഒരു സംഭവം കണ്ടു. നമുക്ക് മാക്സിമം ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് അവിടെ സൈഡാക്കി, വീട്ടുകാരൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഒന്ന് കയറി. എനിക്കിത് കണ്ടാലേ കാണാണ്ട് പോകാൻ പറ്റില്ല. കണ്ടില്ലേ, കംപ്ലീറ്റ് തേയിലൻ്റെ ആണ്. ഇത് ഫുള്ള് ഭയങ്കര ബ്യൂട്ടിയുള്ള. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് പിടിക്കുന്നത്. പണ്ടൊക്കെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ യാത്രകൾ ലേശം കുറഞ്ഞു. കുറച്ച് ഫാമിലി മാറ്ററും കാര്യങ്ങളായിരിക്കും ഇപ്പോൾ വേണ്ട. തേയില ഇത് കുറേ ഉണ്ട്. ഇത് അവിടം വരെ ഉണ്ട്. ഇത് എത്ര ദൂരം, കുറേ ദൂരം വരണം. നല്ല ഫ്രഷ് സാധനം. ഇതിൻ്റെ മേലെ നുള്ളി എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഞാൻ ആ പോട്ടെ. ഇതിനകത്തൊന്നും കൂട്ടിക്കിട്ടില്ല. മാനെ കണ്ട? രണ്ട് വലിയ മാൻ. എത്ര? ആദ്യം 5 എണ്ണം, പിന്നെ 2 അമ്മ 2 കണ്ടു. ഒരു ഭാഗ്യവും ഇല്ല, അതാണ് കിട്ടാത്തത്. അല്ലെങ്കിൽ നല്ല സൈറ്റ് കിട്ടണ സ്ഥലമാണ്. കൊണ്ടാന്ന് 2 ഒരു ഭാഗ്യമില്ല. പ്രതീക്ഷിച്ച് വന്നതെല്ലാം വെറുതെ ആയല്ലോ ഭഗവാന്. ക്ഷേത്രത്തിൻ്റെ ഇതിലേക്കൂടെയുള്ള എൻട്രി. അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ്. അന്നേരം ഈ കാണുന്ന ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ പുതിയത് വന്നത്. ഇനിയിപ്പം ക്ഷേത്ര ദർശനം നടത്തണം. സ്ഥലമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, തൂണുകളൊക്കെ ഇതൊക്കെ ചേഞ്ചായിപ്പോയി. പണ്ട് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാണുന്നൊരു കാഴ്ചയാണല്ലോ ഇത്. കണ്ടോ, ഇത് വെള്ളം ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന്
ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഭഗവാനും വേണ്ടി ഉള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുള്ള വെള്ളമാണ്. ഇത് ശരിക്കും വരുന്നത് ഇത് കണ്ട, ഇതൊരു പാസേജ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മലേൻ്റെ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇതിലൂടെ പാസ് ചെയ്തിട്ട് ആണ് ഈ വെള്ളത്തിനെ കൊണ്ടുപോകുന്നത്. ഇതിലേ ഇങ്ങനെ കൊണ്ടുപോകാം, എന്നിട്ടാണ് അതിനെ എത്തിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഇത് കുറച്ചുണ്ട്. ഓരോരുത്തര പേരുണ്ട്. ഇവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട്, കണ്ട നിക്കി. ഇതുപോലെ കുറേ എണ്ണത്തിനെ കാണാം. രണ്ട് നായ്ക്കളൂടെ പോകുന്നുണ്ട്. ഐറ്റങ്ങളെ കണ്ടിട്ടാണ് ഇവർ ഇതെല്ലാം പൂത്ത ഒച്ച ഉണ്ടാക്കി പോകുന്നുണ്ട. എന്താ അക്രമ മൂടിലാണ് അല്ലേ? അമ്മ ഫസ്റ്റ് ടൈമല്ലോ എന്ന് നീ വന്നപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞ് ഇത് ഫുള്ള് ചേഞ്ചായിപ്പോയി. ആദ്യമൊക്കെ ഫുള്ള് ഇങ്ങനെ ഈ പോർഷനൊക്കെ ഉരുളൻ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ചടങ്ങൊക്കെ നടത്തലുണ്ട്. പക്ഷേ ഈ ഒരു പോർഷൻ ഈ സ്റ്റെപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇതൊക്കെ പുതിയ പുതിയ ചേഞ്ചസ് വന്നതാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല കാര്യം തന്നെയാണ്. കാരണം ആൾക്കാരുടെ എണ്ണം കൂടും തോറും ചേഞ്ചസ് വന്ന് തുടങ്ങുമല്ലോ. അങ്ങനെയാണല്ലോ എല്ലാം. പക്ഷേ ആ അമ്പലത്തിൻ്റെ ഒരു പഴമ ഈ സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ മിസ്സിങ് ആണ്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു മോഡേൺ ടച്ച് കൊടുത്തുപോയി. പണ്ടൊക്കെ പക്കാ ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നമ്മൾ നടന്ന് ട്രക്കൊക്കെ ചെയ്ത് പോകുന്നൊരു ഫീലായിരുന്നു ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ. ഇപ്പം എല്ലാം കൂടി ഒരു ഇതൊക്കെ ഇങ്ങനെ ആയി. പേര് കണ്ട ഗുണ്ടിക ശിവക്ഷേത്രം പാപനാശി നമ്മൾ അങ്ങോട്ട്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എങ്ങനെയാണ് ഉള്ളതെന്ന്. ആ ഒരു വൈബ് കണ്ട, ഫുള്ള് മൂടല്ലേ. അച്ഛനാണ് ഓടി ഓടി പോയിക്കൊണ്ട് നിൽക്കുക. എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ്, ട്രക്കിംഗ് മൂടാന്ന് തോന്നുന്നു. ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, നാച്ചുറൽ കണ്ടില്ലേ. വാവ്, അങ്ങനൊക്കെ പാലം കെട്ടി ഇതാണ് നമ്മുടെ പാപനാശിനി പുഴൻ്റെ ഒഴുകി പോകുന്നത്. ഇത് ബാവലിയിലേക്ക് ഇത് പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഒക്കെ ഡീപ്പ്. അങ്ങനെയാണ് നടപ്പാത. ആദ്യം ഇങ്ങനെ ആയിരുന്നു എല്ലാ ഏരിയയിൽ. ഈ ഒരു പോർഷൻ, ഈ ഒരു സ്റ്റൈൽ നമ്മൾ ഈ കാണുന്നൊരു ഇതില്ലേ, ഇതുപോലെ ആയിരുന്നു ഫസ്റ്റ് തന്നെ കാണിച്ച സ്ഥലങ്ങളൊക്കെ. ഇപ്പം ഇത് അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കല്ലുകൾ പെറുക്കി വെക്കാതെ ഇരിക്കുക. പണ്ടെല്ലാവരും ഇവിടെ കല്ല് പെറുക്കി വെക്കുക. അന്ന് ഞാനും വെച്ചായിരുന്നു, വേറെ കാര്യം. ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കല്ലുകൾ പെറുക്കി വെക്കാതെ ഇരിക്കുക. എന്നിട്ടും ആരൊക്കെയോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊരു ആൾക്കാർ ചെയ്യുന്നതാണ് ഇതൊരു വിശ്വാസം എന്ന് കരുതി ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് നിർത്തി വെച്ചതായിരിക്കും. കണ്ടില്ലേ,
ഇതിൻ്റെ ഉള്ളിലൊരു വിഗ്രഹമുണ്ട്. ശിവൻ്റേതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടില്ലേ ആൾക്കാർ വന്ന്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഉണ്ടല്ലേ നന്ദീൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ട്രിപ്പ് മൂടാണ്. അമ്പലത്തിൽ നിന്ന് ആൾ വരും. അങ്ങനെ തണുപ്പുണ്ടാ? അവിടെ ഇറങ്ങണേ. ഇല്ല വരുമ്പോ ഇവിടെ ഇറങ്ങണേ. ഫ്രീസ് നോക്കിയാട്ടോ എന്താ ഭംഗി എൻ്റെ പൊന്നെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവങ്ങളാണെങ്കിൽ ലേശം പണിയാണ്. കാരണം ഇത് ഇപ്പം കണ്ടില്ലേ അമ്മ നടന്ന് പോവുക. നമുക്ക് വലിയ പണിയാണ് നടക്കാൻ. കാരണം കുറച്ച് ടഫാണ് നടന്ന് കയറാന്ന് പറഞ്ഞാൽ. അപ്പം നടക്കാൻ സെറ്റായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വരുന്നതായിരിക്കും ബെറ്റർ. ഇത് കണ്ടില്ലേ ഇത് കയറണം. നോക്കിയാട്ടെ ഇതുപോലെ ഉണ്ടായത്. കണ്ടില്ലേ കുറച്ച് ടാസ്ക്കാണ് നടന്ന് കയറാൻ. ശ്രദ്ധിച്ച് നടക്കണം, ഇല്ലേ പണി കിട്ടും. ഇതാ ഇരുതണ്ട ഇതാണ് പാപനാശിനി. ഇവിടെ മുങ്ങിയിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ബലിതർപ്പണം നടത്തുക. ഇപ്പോൾ തിരക്കില്ല, ഈ ഒരു ടൈമല്ലാത്തതുകൊണ്ട്. ചെറിയൊരു ഗണപതി വിഗ്രഹമുണ്ട്. ഇവിടുന്ന് പിന്നെ ഡീപ്പ് ഫോറസ്റ്റാണ് അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ആദ്യം ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം മെല്ലെ മെല്ലെ എല്ലാം ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ ബലിയിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കുറേ പേരായിട്ട്. 12:30 വരെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ അമ്പലത്തിൻ്റെ സമയം. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. അത്യാവശ്യം നല്ലൊരു കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി താഴോട്ടേക്ക് ഇങ്ങനെ പോവാം. നോക്കാം, കുറേ ആൾക്കാർ വരുന്നു. ചില ഞങ്ങൾ ഈ സ്ഥലം കാണാനെന്നുള്ള മെൻറ്റാലിറ്റിയിൽ പോകും. നല്ലൊരു അടിപൊളി വൈബാണ്, നല്ലൊരു മൂടാണ്. നോക്കി ഭയങ്കര നാച്ചുറായിട്ട് നിൽക്കുന്ന ഒരിതാണ്. അപ്പം ഇങ്ങനെ വന്ന് കാണാനൊന്നൊരു സുഖമാണ്.
ഉണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കാണും. ഇതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മേലാണ് നടക്കുന്നത്. ചുറ്റും മലയാണ്, കണ്ടില്ലേ? ബ്രഹ്മഗിരി എന്ന് പറയുന്ന മലയാണിത്. ഇതിൻ്റെ ബാക്കാണ്. ഈ മല കടന്ന് നമ്മൾ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ബൈ റോഡാണെങ്കിൽ അവിടെയാണ് കർണാടക വരുന്നത്. കർണാടക ഇതിപ്പോൾ ഏകദേശം ഒരു കർണാടക ബോർഡറിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള വീണ്ടുള്ള ഒരു ഇതാണ്. കൊള്ളാം. ഇപ്പം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഉള്ളിലത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതുണ്ടല്ലോ, ഇതൊക്കെ പുതിയത് ഇങ്ങനെ പാകി വരുന്നതാണ്. ആദ്യം ഇത്ര ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ക്ഷേത്ര കാഴ്ചകളൊക്കെ ഇതിലാണ്. ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാം. കഴിഞ്ഞു. ഇപ്പം ഇത്രയൊക്കെയുള്ളൂ ക്ഷേത്ര കാഴ്ചകൾ. ബാക്കി നമുക്കിനി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. വല്ല വൈൽഡ് ലൈഫ് സീൻ എന്തെങ്കിലും കിട്ടിയാൽ വരിക്കും. ഇതുകൊണ്ട് അവിടെ ഒരു KSRTC ബസ്സുണ്ട്. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ബസ്സും വരാൻ പറ്റും. ബസ് കണ്ടോ, ഇനിയിപ്പോൾ ഒരു സമയം കഴിഞ്ഞിട്ട് എടുക്കും. കറക്റ്റ് ടൈമിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.